ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടിമ്പറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം നമ്മുടെ MCQ ഡിസ്കഷനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതോടെ കഴിഞ്ഞ് ടിമ്പർ എന്നുള്ള പോർഷൻ കഴിഞ്ഞു. അപ്പം നമുക്ക് 2-3 ചെറിയ ടോപ്പിക്സ് കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, സമയം കളയണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏത്? നോട്ട് കറക്റ്റ്. ഈ നോട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഈ 100 ക്വസ്റ്റ്യനൊക്കെ വായിക്കാനുള്ള ധൃതിയിൽ നമ്മൾ നോട്ടിനെയൊക്കെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ എ കാണും, ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, അത് ടിക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നോക്കുക. സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ് സ്ട്രെങ്ത്. ഓക്കെ, അത് കറക്റ്റാണ്, അവിടെ നിൽക്കട്ടെ. സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ് ലൈഫ്, അതും കറക്റ്റാണ്. സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട്സ് ഇൻ ഡയമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഇൻസ്റ്റെബിലിറ്റി ആണോ? ഡയമെൻഷനിൽ ഇൻസ്റ്റേബിൾ ആവുകയാണോ ചെയ്യുന്നത്? അല്ലല്ലേ. അടുത്ത് നോക്കി, സീസണിങ് ഓഫ് ടിമ്പർ റെഡ്യൂസസ് ദ വെയിറ്റ്. വാട്ടർ കണ്ടന്റ് ഒക്കെ പോകുമ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണ്. ഏതാണ് തെറ്റ്? സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട്സ് ഇൻ ഡയമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതാണല്ലേ തെറ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ അടുത്ത് നോക്കി, വിച്ച് വൺ ഈസ് നോട്ട് എ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്? സീസണിങ് കാരണം അല്ലാത്ത, എന്താണ്, സീസണിങ് മൂലം ഉണ്ടാവാത്ത ഡിഫക്റ്റ് ഏതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡ്രൈ റോഡ്, ബൗ, കേസ് ഹാഡ്നി, കപ്പ്, ഇതിനെ മൂന്നിനെ പറ്റിയിട്ടും പറഞ്ഞായിരുന്നു. അപ്പം ഇതിൽ ഏതൊക്കെ മൂന്നെണ്ണമാണ് സീസണിങ് കാരണം ഉണ്ടാകുന്നത്? ബൗ, കേസ് ഹാഡ്നി, കപ്പ്, ഇത് മൂന്നും എന്താണ്? നമ്മൾ സീസണിങ് കാരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഡ്രൈ റോഡ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് Which of the following is commonly used for preservation of timber? Timber preserve ചെയ്യാൻ ഏതാ യൂസ് ചെയ്യുന്നത്? ഓയിൽ പെയിന്റ്, കോൾ ടാർ, കെമിക്കൽ സോൾട്ട്, ഓൾ ദ എബോവ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? നമ്മൾ ടിമ്പർ പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? എല്ലാം യൂസ് ചെയ്യും അല്ലേ? ഓയിൽ പെയിന്റ് യൂസ് ചെയ്യും. ഓയിൽ പെയിന്റ് 2-3 കോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ സേഫ് ആക്കും. പിന്നെ കോൾ ടാർ പറഞ്ഞു, കെമിക്കൽ സോൾട്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓൾ ദ എബോവ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ? നോട്ട് എ നാച്ചുറൽ ഡിഫക്റ്റ്, ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റ് അല്ലെ? ആർട്ടിഫിഷ്യൽ, നോട്ട് നാച്ചുറൽ, സംതിങ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻ മെയ്ഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതല്ല. ഒന്നാമത്തെ എന്താണ്? ബേർഡ്സ്. ബേർഡ്സ് എന്താണെന്ന് ഓർത്തിരിക്കുന്നുണ്ടോ? ബേർഡ്സ്, ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണക്ട് ചെയ്ത് തന്നില്ലായിരുന്നോ? പിന്നെ അടുത്ത് എന്താണ്? നോട്ട്സ്, നമ്മൾ പറഞ്ഞു ഓവൽ ഷേപ്പ്, സർക്കുലർ ഷേപ്പ് ഒക്കെ. ഡ്രഗ്സിനസ്, ഡ്രഗ്സിനസ് എന്തായിരുന്നു? ഡ്രഗ്സിനെ വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പം ഡ്രഗ്സിനസ്, നമ്മൾ ഡ്രഗ്സിനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു. വൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞായിരുന്നു, ഫംഗസ് കാരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ? ഹണി കോമ്പിങ്. ഹണി കോമ്പിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഹണി കോമ്പിങ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹണി കോമ്പിങ് ഉണ്ടാകുന്നത്? എന്താണ്, ശരിക്കും സീസൺ ചെയ്യാത്ത ടിമ്പർ കാരണമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഹണി കോമ്പിങ് ആണ്. അടുത്ത നോക്കി, ട്രീറ്റ്മെന്റ് അഡോപ്റ്റഡ് ഫോർ മേക്കിംഗ് ടിമ്പർ ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റന്റ് ഏതായിരുന്നു ഫയർ റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഓക്കെ, നമ്മൾ ക്രിയോസോട്ടിങ്, ടാറിങ്, ആസ്ക്യൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പം അതൊന്നുമല്ല. ഏതാണ് നമ്മുടെ ആൻസർ? ആബേൽസ് പ്രോസസ്സാണ്. ഓക്കെ, ആബേൽസ് പ്രോസസ്സാണ് നമ്മൾ ടിമ്പറിനെ ഫയർ റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, മേജർ ഡ്രോബാക്ക് ഓഫ് എയർ സീസണിങ് ഓഫ് വുഡ് ഈസ്. ഓക്കെ, നമ്മൾ വുഡിനെ എന്ത് ചെയ്യുക? എയർ സീസൺ ചെയ്യുക. അപ്പം അതിനെന്തായിരിക്കും? ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, ലോസ് ഓഫ് സ്ട്രെങ്ത് ഉണ്ടാവും. എയർ സീസൺ ചെയ്യുമ്പോൾ ലോസ് ഓഫ് സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല അല്ലേ? പിന്നെന്താണ്? ഡെവലപ്മെന്റ് ഓഫ് നോട്ട്. എയർ സീസൺ ചെയ്യുമ്പോൾ നോട്ട് ഉണ്ടാവും? ഇല്ല. ഡിസ്റ്റോർഷൻ ഓഫ് ഗ്രെയിൻസ് ഉണ്ടാവും? ഗ്രെയിൻ എയർ സീസണിങ് കാരണം ഡിസ്റ്റോർഷൻ ഓഫ് ഗ്രെയിൻസ് ഉണ്ടാവും? ഇല്ല. അപ്പോൾ എന്താണ് മേജർ ഡ്രോബാക്ക് ഓഫ് എയർ സീസണിങ് ഓഫ് ഫുഡ്? എന്താണ്? അത് കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ലോങ്ങർ ഡ്യൂറേഷൻ, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, the innermost part of stem which consists entirely of cellular tissue.
ഓക്കെ. അപ്പം ഇന്നർമോസ്റ്റ് പാർട്ട് നമ്മുടെ എന്താണ് സ്റ്റെമ്മിന്റെ ഏറ്റവും അകത്ത് വരുന്ന പാർട്ട്, അതിനകത്ത് ഫുൾ എന്താണ്, വിച്ച് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സെല്ലുലാർ ടിഷ്യൂ. സെല്ലുലാർ ടിഷ്യൂ അപ്പൊ ഏതാണ്, ബാർക്കാണോ? അല്ല, ബാർക്ക് ഔട്ടറിൽ വരുന്നതാണ് അല്ലെ. കേമ്പിയം ലെയർ ആണോ? അതും ഔട്ടറാണ്. സാപ്വുഡ് ആണോ? അല്ല, സോറി, ഹാർഡ്വുഡ് ആണോ? ഓക്കെ, ഹാർഡ്വുഡ് ആണോ സാപ്വുഡ് ആണോ ഏതാ? അപ്പം അകത്ത് വരുന്ന വുഡിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്, ഹാർഡ് വുഡ് എന്നും ഹാർഡ് വുഡിന് പുറമേ വരുന്ന വുഡിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, സാപ്പ് വുഡ് എന്നും. സാപ്പ് വുഡിൽ കൂടെയാണ് സാപ്പ് പോകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇന്നർമോസ്റ്റ് പാർട്ട് സെല്ലുലാർ ടിഷ്യൂ എന്ന് ചോദിച്ചാൽ ആരാണ്, ഹാർട്ട് വുഡ് ആണ്. ഒരു വുഡ് മിസ്സിംഗ് ആണ്, ഹാർട്ട് വുഡ് ആണ്. ക്വസ്റ്റ്യനിൽ ഒരു വുഡ് മിസ്സിംഗ് ആണ്. ഓക്കെ. The girth of a trees are to be measured at a height above ground level. ഈ ഗർത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പേര് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഗർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർക്കംഫറൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മരം വിൽക്കുകയാണ്, നമ്മുടെ വീട്ടിലുള്ള ഒരു മരം വിൽക്കുകയാണ്. ഓക്കെ, അപ്പം വലിയൊരു തേക്ക് മരം വിൽക്കാന്നിരിക്കട്ടെ. അപ്പം അവൻ ഏകദേശം എത്ര വിലയൊക്കെ വരുമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അവൻ എത്ര ചുറ്റളവ് ഉണ്ടെന്നായിരിക്കും ആദ്യം എടുക്കുന്നത്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു മെഷർ ചെയ്തിട്ട് ഡയമീറ്റർ എടുക്കുന്നതിനെക്കാട്ടിലും എന്ത് ചെയ്യുക, അവൻ്റെ ആ ചുറ്റളവ് സർക്കംഫറൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ സർക്കംഫറൻസ് മെഷർ ചെയ്യുന്നത്, അത് ഗർത്ത് മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മീറ്റർ മാറിയിട്ടാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്റർ മാറിയിട്ടാണ്? അറൗണ്ട് 1 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഗർത്ത് മെഷർ ചെയ്യുന്നത്. അടുത്ത ദിവസം നോക്കിയേ, ദ ഡിഫക്ട് കോസ്ഡ് ബൈ ഇംപെർഫെക്റ്റ് സീസണിങ് ഈസ്. ഓക്കെ, പെർഫെക്റ്റ് സീസണിങ് അല്ല, ഇംപെർഫെക്റ്റ് സീസണിങ്. സീസണിങ് കാരണം ഉണ്ടാകുന്ന ഏതായിരുന്നു, നമ്മുടെ കപ്പ് ഷേക്ക്. സോറി, കപ്പ് ഷേക്ക് അല്ല, ഹണി കോമ്പിങ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഹണി കോമ്പിങ്. ഓക്കെ, ഹണി കോമ്പിങ്. ഓക്കെ, അപ്പൊ കപ്പ് ഷേക്ക് ഉണ്ടാകുന്ന എന്തായിരുന്നു, നാച്ചുറൽ ഫോഴ്സസ് കാരണം അല്ലെ. കപ്പ് ഷേക്ക് ഉണ്ടാകുന്ന നാച്ചുറൽ ഫോഴ്സസ് കാരണമായിരുന്നു. അവൻ എങ്ങനെയായിരുന്നു, അത് നമ്മുടെ എന്താണ് രണ്ട് ആനുലാർ റിങ്സിനിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, ഇംപ്രോപ്പർ ഗ്രോത്ത് ഇതൊക്കെ കാരണമായിരുന്നു കപ്പ് ഷേക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഇംപെർഫെക്റ്റ് സീസണിങ് കാരണം ഉണ്ടാകുന്നത് ഹണി കോമ്പിങ്. അടുത്തത് സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ഡൺ ടു. എന്തിനാ സീസണിങ് ചെയ്യുന്നത്? ഒന്നാമത്തത് റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ടിമ്പർ. സീസണിങ് ചെയ്യുമ്പോൾ ടിമ്പറിന്റെ വെയിറ്റ് കുറയത്തില്ലേ സാപ്പ് ഒഴുകി പോകുമ്പോൾ. പിന്നെന്താണ്, ഷ്രിങ്കേജിനുള്ള ചാൻസ് കുറയും. പിന്നെ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. അപ്പൊ ഇത് മൂന്നും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഓൾ ദ എബോവ്. ഈ ഓൾ ദ എബോവ് ഒന്നും കാണാതെ പോയില്ല. ഓൾ ദ എബോവിനൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകുന്നതും അറിയത്തില്ല. ഓക്കെ, നോക്കി ആൻസർ ഓൾ ദ എബോവ്. അടുത്ത നോക്കി, പ്രിസർവേറ്റീവ്സ് ആർ അപ്ലൈഡ് ഇൻ വുഡ്. നമ്മൾ എന്തിനാണ് വുഡിൽ പ്രിസർവേറ്റീവ്സ് കൊടുക്കുന്നത്? നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ അച്ചാറിന് ഓർക്കുക. അച്ചാർ എന്തിനാണ്, അച്ചാർ നമ്മൾ എന്തിനാണ് വിനേഗർ ആഡ് ചെയ്യുന്നത്? നമ്മൾ വിനേഗർ ആഡ് ചെയ്യുന്നത്, പിക്കിളിൽ എന്തിനാണ് വിനേഗർ ആഡ് ചെയ്യുന്നത്? അതിന്റെ എന്താണ്, ലൈഫ് കൂട്ടുക അല്ലെ. അപ്പൊ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് എന്തിനാ? വുഡിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് എന്തിനാ? അതിന്റെ വർക്കബിലിറ്റി കൂട്ടാനാണോ? അതിന്റെ സ്ട്രെങ്ത്, ടു എനേബിൾ ഇറ്റ് സ്ട്രെങ്ത് എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, ടു ഇൻക്രീസ് ഇറ്റ് സ്ട്രെങ്ത്, ടു മേക്ക് ഇറ്റ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ് അല്ലെ, പ്രിസർവ് ചെയ്യുക. ഓക്കെ, എന്തിനാ നമ്മൾ പ്രിസർവേറ്റീവ്സ് വുഡിൽ അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ ഏത് ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് ആൻസർ? ആൻസർ എന്ന് പറയുന്നത്, സോറി ഞാൻ ഇത് ആൻസർ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിന്റെ ആൻസർ ടു മേക്ക് ഇറ്റ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ്. ഓക്കെ, നമുക്ക് ടെർമൈറ്റ്സ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ, നമ്മളിപ്പോൾ എന്താ അച്ചാറിന്റെ കാര്യം പറഞ്ഞില്ലേ, അച്ചാറൊക്കെ നമ്മൾ എന്തിനാ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഈ എന്താ വിനാഗിരിയൊക്കെ ഒഴിച്ച് സൂക്ഷിക്കുന്നത്, അതിൽ ഫംഗസുകളൊന്നും വരാതിരിക്കണം. അതുപോലെ ടെർമൈറ്റ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വുഡിൽ പ്രിസർവേറ്റീവ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ്ക്യൂ എന്തായിരുന്നു? ആസ്ക്യൂ ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മൾ കുറച്ച് പറഞ്ഞല്ലേ. ഡാം പ്രൂഫിംഗ് മെറ്റീരിയൽ ഫോർ കോൺക്രീറ്റ് ആണോ? അല്ല, കോൺക്രീറ്റിന്റെ ട്രീറ്റ്മെന്റ് അല്ല. പ്രിസർവേറ്റീവ് ഫോർ ടിമ്പർ? അതെ. ടൈപ്പ് ഓഫ് ബ്രിക്ക് ബോണ്ട് ആണോ? അല്ല. ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഫിനിഷ് ആണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? പ്രിസർവേറ്റീവ് ഫോർ ടിമ്പർ. ഓക്കെ, അടുത്ത നോക്കി, ആനുലാർ റിങ്സ് ആർ ദ കോമ്പിനേഷൻ ഓഫ്. ആനുലാർ റിങ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആനുലാർ റിങ്സ് എന്തിന്റെ ആയിരുന്നു? ആനുലാർ റിങ്സ് കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഏജ് മനസ്സിലാവും അല്ലേ. നമ്മളെ കണ്ടാൽ നമുക്ക് ആനുലാർ റിങ്സ് വെച്ച് ഏജ് മനസ്സിലാവുമോ? ഇല്ല, നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നമുക്ക് ഏകദേശം ഏത് റേഞ്ചിലാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ട്രീസിന് എങ്ങനെയാണ്,
നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആനുലർ റിങ്സ് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഇതിന് എത്ര പ്രായമായെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആനുലർ റിങ്സ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? പിത്ത് ആൻഡ് മെഡുലറി റേസ് ആണോ? അല്ല. സാപ്പ് വുഡ് ആൻഡ് മെഡുലറി റേസ് ആണോ? അല്ല. ഹേർട്ട് വുഡ് ആൻഡ് കേമ്പിയം ലെയർ ആണോ? അല്ല. എന്തൊക്കെയാണ്? ഹേർട്ട് വുഡും സാപ്പ് വുഡും. ഈ അകത്ത് വരുന്ന ഹേർട്ട് വുഡും പുറത്ത് വരുന്ന സാപ്പ് വുഡിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് എന്ത്? ആനുലർ റിങ്സ്. അപ്പം നമ്മൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് എ തിൻ ലെയർ അണ്ടർ ബാർക്ക്. തിൻ ലെയർ അണ്ടർ ബാർക്ക് എന്ന് പറഞ്ഞപ്പോഴേ ആൻസർ കിട്ടിയില്ലേ? കൂടുതൽ ചിന്തിക്കണോ? വിച്ച് ഈസ് എന്നാണ്. വിച്ച് ഈസ് ഫുൾ ഓഫ് സാപ്പ്. which are full of sap between sapwood and inner bark is called. Okay, sapwoodinum inner barkinum ഇടയിൽ വരുന്ന തിൻ ലെയർ ആരാണ്? നമ്മുടെ കേമ്പിയം ലെയർ അല്ലെ. തിൻ ലെയർ നോക്കുമ്പോഴേ ഓർത്താണ് കേമ്പിയം ലെയർ ആണ്. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. തിൻ ലെയർ ഓഫ് ബാർക്ക് വിച്ച് ഈസ് എന്നാണ്. ഫുൾ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്വുഡ് ആൻഡ് ടിമ്പർ ഇന്നർ ബാർക്ക്. ഓക്കെ, അടുത്തത് എ പീസ് ഓഫ് ടിമ്പർ ഹാസ് ഡിസ്ട്രോയിഡ് സ്പൈറലി അലോങ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ഇത് എന്തായിട്ടു? അവന് സ്പൈറലായിട്ട് ഡിസ്റ്റോർഷൻ ഉണ്ടായി. അപ്പൊ ആ പീസ് ഓഫ് വുഡ് എന്ന് പറയുന്ന പേരെന്താണ്? വാർപ്പാണോ? സ്പൈറലി ആണോ വാർപ്പ്? അല്ല. കൊളാപ്സ് ആണോ? അല്ല. സ്പൈറലി. സ്പ്ലിറ്റ് ആണോ? അല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ട്വിസ്റ്റ് അല്ലേ? ട്വിസ്റ്റ് ചെയ്യല്ലേ സ്പൈറലി ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. അടുത്തത് ടിമ്പർ ക്യാൻ ബി മെയ്ഡ് റീസണബിളി ഫയർ റെസിസ്റ്റന്റ്. ഫയർ റെസിസ്റ്റന്റ് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സോക്കിംഗ് ഇറ്റ് ഇൻ അമോണിയം സൾഫേറ്റ്, ബൈ അപ്ലൈയിങ് ടാർ പെയിന്റ്, ബൈ പമ്പിങ് ക്രിയോസോട്ട് ഓയിൽ ഇൻ ടു ടിമ്പർ അറ്റ് ഹൈ പ്രഷർ. ഓക്കെ, ഫയർ റെസിസ്റ്റൻസ് ആക്കാനായിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അമോണിയം സൾഫേറ്റ് അല്ലെ. അമോണിയം സൾഫേറ്റിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? സോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ടിമ്പറിനെ എന്താക്കാൻ പറ്റും? ഫയർ റെസിസ്റ്റന്റ് ആക്കാൻ പറ്റും. അടുത്ത എന്താണ്? കേർഡ് സെല്ലിംഗ് ഫ്രം ദ growth of layers of wounds left after branches are cut off in an irregular manner are known as. നോക്കിയേ, ഈ സ്വെല്ലിംഗ് നോക്കിയേ, ഇതൊരു കേർഡ് സ്വെല്ലിംഗ് അല്ലേ? കേർഡ് സ്വെല്ലിംഗ് ആണ് അല്ലേ? ഫ്രം ദ ഗ്രോത്ത് ഓഫ് ലെയേഴ്സ് ഓഫ് വൗണ്ട്സ്. ഓക്കെ, എന്താണ്? എന്തെങ്കിലും ഒരു വൗണ്ട് ഒക്കെ ഉണ്ടായി അതിൽ പുതിയ ഗ്രോത്ത്, പുതിയ ലെയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കേർഡ് സ്വെല്ലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇറഗുലർ രീതിയിൽ ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇതിന് എന്താണ് പറയുന്നത്? നോട്ടാണോ? അല്ല. ബേൾ ആണോ? അല്ല. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? റിൻഡ് ഗോൾസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ക്രാക്ക് കോസ്ഡ് ബൈ ഷ്രിങ്കേജ് ഓഫ് എക്സ്റ്റീരിയർ സർഫസ് ഓഫ് വുഡ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ. എന്താണ്? എക്സ്റ്റീരിയർ സർഫസ് എന്ത് ചെയ്യുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു. അത് എക്സ്പോസ്ഡ് അറ്റ്മോസ്ഫിയറായിട്ട് വരുമ്പോൾ. അപ്പൊ ബാർക്കിന് അല്ലെങ്കിൽ ആ പുറത്തുള്ള ആ എക്സ്റ്റീരിയർ സർഫസിന്റെ ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്നത് ഷേക്സ് ആണോ? അല്ല. ഹേർട്ട് ആണോ? അല്ല. ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ആണോ? വിൻ ക്രാക്സ് ആണോ? ഇത് തമ്മിലൊരു ഡൗട്ട് വരാം. പക്ഷെ എന്താണ്? എക്സ്റ്റീരിയർ സർഫസ് ഓഫ് വുഡ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന എന്താണ്? ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, എന്താണ്? ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാലോ. അടുത്തത് നോട്ട്സ് ഇൻ ടിമ്പർ ആർട്ട്. ഓക്കെ, നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ? ഡിഫക്ട് കോസ്ഡ് ബൈ ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് ആണോ? പിന്നെന്താണ്? സ്പ്ലിറ്റ് റേഡിയേറ്റിംഗ് ഫ്രം സെന്റർ. അല്ല, അതല്ല. അടുത്തത് സ്പ്രെഡഡ് സ്റ്റെയിൻ. ഓക്കെ, സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സ്റ്റെയിൻ ആണോ? സൈൻസ് ഓഫ് ബ്രാഞ്ചസ് കട്ട് ഓഫ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഒരു ബ്രാഞ്ച് പണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് എന്ത്? നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്രഷിംഗ് ഓഫ് ഫൈബർ കൊണ്ടെന്നുള്ള ഡിഫക്റ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സീസണിങ് ഓഫ് ടിമ്പർ ഈസ് എന്താണ്? റിമൂവിങ് സാപ്പ് അല്ലേ. ക്രിയോസോട്ടിങ് അല്ല. പെയിന്റിങ് വിത്ത് സോഡിയം സിലിക്കേറ്റ് എന്നാണ്. സോഡിയം സിലിക്കേറ്റ് കോട്ടിംഗ് വിത്ത് ടാർ. ഇതൊന്നും എന്താണ് സീസണിങ് അല്ല, പ്രിസർവേറ്റിംഗ് മെത്തേഡ്സ് ഇതൊക്കെ. അപ്പൊ എന്താണ്? റിമൂവിങ് സാപ്പ് ആണ്. റിമൂവിങ് സാപ്പാണ് എന്ത്? സീസണിങ് ഓഫ് ടിമ്പർ. അടുത്തത് ടിമ്പർ ഫ്രം വിച്ച് ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് റെയിൽവേ സ്ലീപ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഒരു തവണ എന്തോ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് റെയിൽവേ സ്ലീപ്പേഴ്സിൽ ഏത് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരുന്നത്? കെയിൽ വുഡ് ആണ് ആൻസർ വരുന്നത്. മഹാഗണി, ഗുവാവ, റോസ് വുഡും അല്ല.
ഓക്കെ, മഹാഗണി കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഗോവ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ ഡ്യൂറബിൾ സ്ലീപ്പർ, നോൺ ഡ്യൂറബിൾ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് സ്ലീപ്പർ ഉണ്ട്. ഓക്കെ, ഡ്യൂറബിൾ സ്ലീപ്പറിനാകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നമുക്ക് സ്ട്രൈറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രാക്കിൽ കൊണ്ടിടാം. പക്ഷെ നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ലീപ്പറാണെങ്കിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ വേണം. ഓക്കെ, അപ്പൊ ആ നോൺ ഡ്യൂറബിൾ സ്ലീപ്പറിൽ വരുന്ന കുറച്ച് ഫുഡിന്റെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോൺ ഡ്യൂറബിൾ സ്ലീപ്പറിൽ വരുന്ന ഒരു ടൈപ്പ് സ്ലീപ്പറാണ് കെയിൽ ടിമ്പർ. അതാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. സോറി, കെയിൽ വുഡ്. Timber defect caused due to over maturity and unventilated storage of food. എന്താണ് ഓവറായിട്ട് മച്യൂർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അൺവെന്റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നത്. ഏതായിരുന്നു? നമ്മുടെ ഫോക്സിനസ് അല്ലെ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ട്രീ. ഏജ് ഓഫ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആനുലർ റിങ്സ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a method of preservation of timber? Charring, dipping and steeping, spraying, watering. Watering എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ നോട്ട് എ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ്. അതെന്താണ്? വാട്ടർ ആണ്. അടുത്ത നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സീസണിങ്. ആർട്ടിഫിഷ്യൽ സീസണിങ് അല്ലാത്ത ഏതാണ്? എയർ സീസണിങ് എന്താ? നാച്ചുറൽ അല്ലേ. എയർ സീസണിങ് എന്താണ്? നാച്ചുറൽ ആണ്. പിന്നെന്താണ്? കെമിക്കൽ സീസണിങ്, കിങ് സീസണിങ്, അത് രണ്ടും നാച്ചുറൽ അല്ല. പിന്നെ വാട്ടർ സീസണിങ് അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? സോറി, എയർ സീസണിങ് എന്ന് പറയുമ്പോൾ വാട്ടർ സീസണിങ് നമ്മൾ വാട്ടറിൽ ഇൻവേഴ്സ് ചെയ്തു അല്ലേ. നോട്ട് എ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സീസണിങ്. അപ്പൊ ആർട്ടിഫിഷ്യൽ അല്ലാത്തത്, അതായത് നാച്ചുറലി ഇത് എന്താണ് വരുന്നത്? എയർ സീസണിങ് ആണ്. അപ്പൊ വാട്ടർ സീസണിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സീസൺ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അതൊരു നാച്ചുറൽ മെത്തേഡ് അല്ലേ. ഓക്കെ, പക്ഷെ ബേസിൽ ആൻസർ എയർ സീസണിങ് ആയിരുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാവേ. എൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാവേ. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയത്തില്ല. ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട് ക്യാൻസൽ ചെയ്യലുണ്ട്. ഇതുപോലെ രണ്ടെണ്ണമൊക്കെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അടുത്തത് ക്രാക്സ് എക്സ്റ്റെൻഡിങ് ഫ്രം ബാർക്ക് ടു സാപ്വുഡ്. ഓക്കെ, അപ്പം ബാർക്കിൽ നിന്ന് ഹാർഡ്വുഡ് വരെയില്ല, സാപ്വുഡ് മാത്രം അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏതായിരുന്നു? ഇങ്ങനെ വരുന്ന ഏതായിരുന്നു? സ്റ്റാർ ഷേക്ക് അല്ലെ. സ്റ്റാർ ഷേക്ക് ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫക്ട് കോസ്ഡ് ബൈ നാച്ചുറൽ ഫോഴ്സസ്. നാച്ചുറൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവാത്തത് ഏതാ? വൈറ്റ് സ്റ്റെയിൻ നാച്ചുറൽ ഫോഴ്സ് ആണോ? നോട്ട്, ഫോക്സിനസ്, എന്താണ്? വൈറ്റ് റോട്ട്. അപ്പൊ ഇതിലേതാണ് നാച്ചുറൽ ഫോഴ്സസ് കൊണ്ട് ഉണ്ടാവാത്തത്? ഏതായിരുന്നു? നമ്മുടെ വൈറ്റ് റോട്ട്. അത് ഫംഗലായിരുന്നു അല്ലെ. വൈറ്റ് റോട്ട് എന്തായിരുന്നു? ഫംഗലായിരുന്നു. ബാക്കി നോട്ട് ബ്രാഞ്ച് ഒടിയുന്നതുകൊണ്ടാണ്. വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ വെള്ളം ഒത്തിരി നേരം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. ഫോക്സിനസ് എന്തായിരുന്നു? ഫോക്സിനസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആലോചിച്ച് നോക്കിയേ. ഫോക്സിനസിന്റെ കാര്യം നമ്മൾ ഫോക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. എന്തായിരുന്നു? റെഡ്, യെല്ലോ ഒക്കെ ടിന്റ് ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു അല്ലെ. റെഡ് ആൻഡ് യെല്ലോ ടിന്റ് ഒക്കെ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞേ? ഇംപ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ളത് കാരണം. അതിന്റെ പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാത്തത് കാരണം, അല്ലെ ഇംപ്രോപ്പർ വെന്റിലേഷൻ ഉള്ളത് കാരണമായിരുന്നു എന്ത്? ഫോക്സിനസ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്? ഫംഗസ് കാരണം ഉണ്ടാകുന്ന വൈറ്റ് റോട്ട് ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ദ ടിമ്പർ ഡിഫക്ട് ഇൻഡിക്കേറ്റഡ് ബൈ എ എന്താണ്? കർവേച്ചർ ഫോംഡ് ഇൻ ലെങ്ത് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ലെങ്ത് വൈസ് ഡയറക്ഷനിൽ അലോങ് ദ ലെങ്ത് അവൻ എന്ത് ചെയ്തിരിക്കുക? കർവ് ചെയ്തിരിക്കുക. അതെന്താണ്? കപ്പാണോ ബൗ ആണോ? ബൗ അല്ലേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ഡീകേ ഓഫ് ടിമ്പർ. ടിമ്പർ ഡീകേ അതായത് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ. അത് വെച്ചിട്ട് ടിമ്പറിന് ഡീകേ ഉണ്ടാവോ? പിന്നെ പ്രോപ്പർ സീസണിങ്, ബാഡ് സ്റ്റോറേജ് ഓഫ് ടിമ്പർ, അറ്റാക്ക് ഓഫ് ഫംഗി. ഈ 4 തന്നിട്ടുണ്ട്. ഇതിൽ നോട്ട് എ റീസൺ ഫോർ ഡീകേ ഓഫ് ടിമ്പർ.
ടിമ്പറിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫഞ്ചി കാരണം ഡീക്കേ ഉണ്ടാകും. ബാഡ് സ്റ്റോറേജ് ചെയ്താലും ഡീക്കേ ഉണ്ടാകും. ഓൾട്ടർനേറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ വന്നാലും ഡീക്കേ ഉണ്ടാകും. അപ്പൊ എന്താ പ്രോപ്പർ സീസൺ ചെയ്ത ഡീക്കേ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി അല്ലെ? അതെ, ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് ടിമ്പർ ഈസ്. ഓക്കെ, നമ്മൾ ടിമ്പർ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? സീസണിങ്, ഡീക്കേയിങ്, ടിമ്പറിങ്, ട്രീറ്റിംഗ്. എന്താ? സീസണിങ് ആയിരുന്നു അല്ലേ? ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് സീസണിങ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല, സജഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു.